പടിഞ്ഞാറൻ കാമെങ് ജില്ലയിൽ 13,700 അടി ഉയരത്തിൽ തേസ്പൂരിനെ തവാങ്ങുമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 825 കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിച്ചത്. 2019 ഫെബ്രുവരിയിലാണ് മോദി പദ്ധതിയുടെ തറക്കല്ലിട്ടത്. ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 തുരങ്കപാതകളും ഒരു ലിങ്ക് റോഡും ഉൾപ്പെടുന്നതാണ് സെല്ല പദ്ധതി. ടണൽ 1-ന് 980 മീറ്റർ നീളമുണ്ട്. ടണൽ 2-ന് 1555 മീറ്ററാണ് നീളം. കൂടാതെ ടണൽ 2-ൽ ഗതാഗതത്തിനും അടിയന്തര സേവനങ്ങൾക്കും ഒരു ബൈലൈൻ കൂടിയുണ്ട്. 2 ടണലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ലിങ്ക് റോഡിന് 1200 മീറ്ററാണ് ദൂരം. ഏത് കാലാവസ്ഥയിലും തന്ത്രപ്രധാനമായ തവാങ് മേഖലയുമായുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന തരത്തിലാണ് ടണലിന്റെ നിർമ്മാണം. എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന തരത്തിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. LACയിൽ ഫോർവേഡ് പ്രദേശങ്ങളിലേക്ക് സൈനികരെ വേഗത്തിൽ വിന്യസിക്കാൻ ഈ തുരങ്ക പദ്ധതിയിലൂടെ സാധിക്കും. കൂടാതെ ആയുധങ്ങളും യന്ത്രങ്ങളും എളുപ്പം എത്തിക്കാൻ കഴിയും വിധമാണ് ഇതിന്റെ നിർമ്മാണം. അരുണാചൽ പ്രദേശിലെ തവാങ്, വെസ്റ്റ് കാമെങ് ജില്ലകൾക്കിടയിലാണ് സെല ചുരം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുവീഴ്ചയും മണ്ണിടിച്ചിലും കാരണം വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും തവാങ് ജില്ല സംസ്ഥാനവുമായി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. സുരക്ഷയൊരുക്കുന്ന സൈന്യത്തിനും ഇത് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. വർഷത്തിൽ 3 മാസത്തോളം അനുഭവിച്ചിരുന്ന പ്രതിസന്ധിക്കാണ് ഇന്ന് തിരശ്ശീല വീണത്. തവാങ്ങിലേക്കുള്ള യാത്രാസമയം 1 മണിക്കൂറോളം കുറയ്ക്കുകയും വർഷം മുഴുവൻ കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുതിപ്പിനൊപ്പം മേഖലയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും നിറം പകരും. മണിക്കൂറിൽ 80 കിലോമീറ്റർ പ്രതിദിനം 3000 കാറുകളും 2000 ട്രക്കുകളും തുരങ്കം വഴി കടന്നുപോകും. 1003 മീറ്റർ നീളമുള്ള ടണൽ 1, 1595 മീറ്റർ നീളമുള്ള ടണൽ 2 എന്നിവ ഉൾപ്പെടുന്നതാണ് സെല്ല പദ്ധതി. 8.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 റോഡുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ടണൽ 2-വിൽ ഗതാഗതത്തിനായി ഒരു ബൈലൈൻ ട്യൂബും അത്യാഹിതങ്ങൾക്കായി ഒരു എസ്കേപ്പ് ട്യൂബും സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 8737 കോടി രൂപ ചെലവിൽ 330 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ചൈനീസ് അതിർത്തിയിൽ പൂർത്തീകരിച്ചത്. അതിർത്തിയിൽ പഴുതടച്ച സുരക്ഷയാണ് സൈന്യം ഉറപ്പാക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.